Hello friends, ഞാൻ ആനന്ദ്. ഞാൻ ദുബായിൽ നിന്നാണ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നോട് സംസാരിക്കാൻ പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമ്പത്തിക മാന്ദ്യത്തിലായിരുന്ന ബ്രിട്ടന് അവിചാരിതമായി ലഭിച്ച ഒരു നിധിയെക്കുറിച്ചാണ്. ദ വൺ ആൻഡ് ഓൺലി മിനി. ഒരു 1950s മിഡൊക്കെ ആയപ്പോഴത്തേക്ക് ബ്രിട്ടന് സൂയസ് കനാലിലെ ആധിപത്യം നഷ്ടപ്പെടുകയും അതുവഴി ഓയിലിൻ്റെ അവരുടെ കൺട്രോൾ നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ഈ അവസരം ശരിക്കും മുതലാക്കിയ ഒരു കമ്പനിയാണ് മോറിസ് കമ്പനിയുടെ ഓണർ അവരുടെ ഏറ്റവും നല്ല ഡിസൈനറായ അലക് എസിഗോണിയോട് ആവശ്യപ്പെട്ടു ഒരു നല്ലൊരു വെഹിക്കിൾ, വളരെ കോമ്പാക്റ്റബിളും എക്കണോമി, അതായത് മൈലേജ് വളരെ കൂടുതലുമായിട്ടുള്ളൊരു വാഹനം നിർമ്മിക്കാൻ പറഞ്ഞു. കാരണം അപ്പോഴത്തെ ഒരു സാഹചര്യം മുതലെടുക്കാൻ ഓയിൽ പ്രൈസിൻ്റെ ഹൈക്ക്. സോ ഇതിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടായ ഒരു വാഹനമാണ് മിനി. അതിൻ്റെ ഇൻട്രൊഡക്ഷനോടുകൂടി ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടനിൽ അതൊരു വലിയൊരു തരംഗമായി മാറി. പണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഒക്കെ ഇഷ്ട വാഹനമായി. എല്ലാ ഓട്ടോ എന്തൂസിയാസ്റ്റിൻ്റെയും ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനമായി. സാമ്പത്തിക ഇതൊന്നും നോക്കാതെ തന്നെ എല്ലാ ശ്രേണിയിലുള്ള ആൾക്കാരുടെയും ഇഷ്ട വാഹനമായിട്ട് പെട്ടെന്ന് തന്നെ മിനി മാറുകയായിരുന്നു. 1961 ജോൺ കൂപ്പർ എന്ന് പറയുന്ന ഒരു റേസിംഗ് ലെജൻഡുമായിട്ടുള്ള ഒരു ടൈപ്പിലാണ് മിനി വേറൊരു ലെവലിലേക്ക് എത്തുന്നത്. അതായത് അതിൻ്റെ എൻജിൻ ട്യൂണിങ്ങിലും പിന്നെ ചെറിയ ടച്ചപ്പും ഒക്കെ ചെയ്ത് അതൊരു റേസ് മോഡിലേക്ക് ആക്കിയായിരുന്നു ജോൺ കൂപ്പർ. അതിനുശേഷം 1964 മുതൽ 67 വരെയുള്ള മോണ്ടെ കാർലോ റേസിങ്ങിലൊക്കെ അത് വിൻ ചെയ്യുകയുണ്ടായി. അങ്ങനെ 1960 മുതൽ ഒരു 72 വരെയുള്ള കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു 32 റാലീസോളം അവർ വിൻ ചെയ്തു. അപ്പോൾ ജോൺ കൂപ്പർ വർക്ക്സുമായിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് അവർക്ക് ആ ഒരു റേസ് മോഡ് എൻഹാൻസ് ചെയ്തത് നമുക്ക് പറയാൻ സാധിക്കും. 1999 മിനി യൂറോപ്യൻ കാർ ഓഫ് ദ സെഞ്ച്വറി ആയിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി. 1996 BMW ഈ കമ്പനി അക്വയർ ചെയ്യുകയും മിനി എന്ന് പറയുന്ന ബ്രാൻഡ് മാത്രം അവർ റീറ്റെയിൻ ചെയ്യുകയും ചെയ്തു. പിന്നെ 2000 വരെ അവർ വളരെ കോഷ്യസ് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുകയും, കാരണം ഒരു കൾച്ചറൽ ലെജൻഡ് ഒരു ഫിനോമിനെ ടച്ച് ചെയ്യുമ്പോൾ എത്ര വലിയ ഈവൻ BMW പോലും ഒന്നും മടിക്കും. അപ്പോൾ അവർ അത് വളരെയധികം കാൽക്കുലേറ്റ് ചെയ്ത് വളരെയധികം റിസർച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കിയത്. പിന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ ഈ കോൺസെപ്റ്റിന് ഒട്ടും മാറ്റം ഉണ്ടാവാത്ത രീതിയിലാണ് അവർ ഇത് ശരിക്കും ഇത് റിവാമ്പ് ചെയ്തുകൊണ്ട് വന്നത്. അതിന് ശരിക്കും നമുക്ക് BMW നന്ദി പറയണം. കാരണം മിനിയുടെ ആ ഒരു ഡിസൈനും അതുപോലെ കൂപ്പറിൻ്റെ ആ ഒരു ട്യൂൺ ആൻഡ് റേസിംഗ് മോഡും പിന്നെ BMW ലക്ഷറിയും കൂടെ വന്നതോടുകൂടി മിനി കൂപ്പർ ശരിക്കും പറഞ്ഞാൽ വേറൊരു ലെവലിലേക്ക് എത്തിക്കുകയായിരുന്നു അവർ. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് 2016 മോഡൽ BMW മിനി കൂപ്പർ S മോഡൽ JCW ഇൻസ്പയർഡിനെ കുറിച്ചാണ്. ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം BHP 181 ആണ്. അത് നമുക്ക് 5500 RPM കിട്ടുന്നത്. അതുപോലെ ഇതിൻ്റെ ടോർക്ക് ആണെങ്കിൽ 177 പൗണ്ട് ഫീറ്റ് ആണ്. ഇതൊരു ഇമ്പീരിയൽ, കാരണം ഒരു ബ്രിട്ടീഷ് വണ്ടി ആയതുകൊണ്ട് അവർക്ക് എപ്പോഴും ഇമ്പീരിയൽ കാൽക്കുലേഷനാണ്. അപ്പോൾ ഈ ന്യൂട്ടൺ മീറ്ററിലാണ് സാധാരണ മറ്റു വാഹനങ്ങൾക്കൊക്കെ ഉള്ളത്. പക്ഷേ ഇതൊരു ബ്രിട്ടീഷ് വാഹനം അതുകൊണ്ട് ഒരു ഇമ്പീരിയൽ കാൽക്കുലേഷനാണ്. അതായത് ഒരു NM, അതായത് ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 0.738 പൗണ്ട് ഫീറ്റോളം വരും. അപ്പോൾ ഇത് നമുക്ക് തരുന്ന പവർ എന്ന് പറഞ്ഞാൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ 177 at 1600 RPM ആണ് പൗണ്ട് ഫീറ്റ്, 177 പൗണ്ട് ഫീറ്റ്. നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ എക്സ്റ്റീരിയേഴ്സൊക്കെ ഒന്ന് നോക്കാം. അതിൻ്റെ ബോണറ്റിലൊരു വൈറ്റ് സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ റെഡ് കളറ് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കളറാണ്, എൻ്റെ ഫേവറേറ്റ്. അതുപോലെ ഇതിൻ്റെ ടോപ്പ് റൂഫിൽ വൈറ്റ് കളറാണ്. അങ്ങനെ ഡബിൾ കളർ ഒരു തീമിലാണ് ഇവരിത് ഇറക്കിയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ റെഡ് കളറാണ്. ഇപ്പോൾ ഈ റെഡ് കളർ ചേരുന്ന വളരെ കുറച്ച് വാഹനങ്ങളുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അത് ഫെറാറി, അതുപോലെ BMW മിനി കൂപ്പർ വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ ഒരു ഫിനിഷിങ് ലഭിച്ചിട്ടുണ്ട്. വിത്ത് ദാറ്റ് സ്ട്രൈപ്സ് ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ. നമുക്കിവിടെ മിനിയുടെ ഒരു മനോഹരമായ ഒരു ബാഡ്ജിങ് കാണാം. ഇത് തന്നെയാണ് ഇവരുടെ ഒരു ഭംഗി. വളരെ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തൊരു ബാഡ്ജിങ് ആണത്. പിന്നെ ഹെഡ് ലാംപ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ ഓവൽ ഷേപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ ഫുൾ തീമും ഇൻറ്റീരിയേഴ്സും എല്ലാം ഒരു സ്പിയർ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു തീമാണ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അകത്തുള്ള അതിൻ്റെ ലൈറ്റ് LED ലൈറ്റിൻ്റെ ഫ്രെയിം ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ റൗണ്ടാണ്. ഇൻഡിക്കേറ്റേഴ്സ് റൗണ്ടാണ്. അതുപോലെ LED ലാംപ്സ് ആണ് ഇതിന്. പിന്നെ ഇവിടെ എസിൻ്റെ ഒരു ബാഡ്ജിങ് അവർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രിൽ വളരെ മനോഹരം. പിന്നെ ഇവിടെ ആ ഒരു എയർ ഇൻടേക്കിൻ്റെ ഒരു 2 റെക്റ്റാങ്കുലർ ഷേപ്പ് നമുക്ക് കാണാം. പിന്നെ സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്, ഒരു സിമ്പിൾ സ്കേർട്ടിങ്, ലുക്സ് ബ്യൂട്ടിഫുൾ. പിന്നെ ഫോഗ് ലാമ്പ് ഉണ്ട്, 2 സൈഡിലും വേറെ ഫോഗ് ലാംപ്സ് ഉണ്ട്. പിന്നെ സെൻസേഴ്സ് ഉണ്ട് ഫ്രണ്ടിൽ നമുക്ക് കാണാം. ഇതിൻ്റെ ടയർ വന്നിട്ട് 225 ആണ്. അതുപോലെ അലോയ് വീൽ 18 ഇഞ്ച് അലോയ് ആണ്, ബ്ലാക്ക് ഫിനിഷ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് വ്യൂ മിറർ വൈറ്റ് ആണ്. മുമ്പ് പറഞ്ഞ പോലെ വൈറ്റ് സൈഡ് വ്യൂ മിറർ, ഫ്രണ്ട് സ്ട്രൈപ്സ്, പിന്നെ ടോപ്പ് വൈറ്റ്,
പിന്നെ ആ റെഡ് കോമ്പിനേഷൻ എല്ലാം കൂടെ വളരെ വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഡോർ ഹാൻഡിൽ ക്രോം ഫിനിഷാണ്, അതൊരു ലക്ഷൂറിയസ് ഫിനിഷാണ്. ഇതിൻ്റെ ഫുൾ ഒരു ക്രോം ലൈനിങ് പോകുന്നുണ്ട് ഇതിൻ്റെ, അത് വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. അത് റെഡുമായിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ ഇറ്റ് ഗീവ്സ് എ വെരി ഗുഡ് ലുക്ക്. അതുപോലെ ഇവർ ഒരു എയർ വെൻറ്റ് ഉണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു എയർ ഇൻടേക്ക് ഉണ്ട്, ഇവിടെ ഒരു എയർ വെൻറ്റ് ഉണ്ട്, ബാക്കിലൊരു ഡിഫ്യൂസർ ഉണ്ട്. ഇതെല്ലാം കൂടെ വണ്ടിക്ക് എപ്പോഴും ഒരു ലോ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ വണ്ടിയുടെ എയറോഡൈനാമിക്സിറ്റിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നൊരു സംഭവമാണിത്. ഇത് കാരണം വണ്ടിയുടെ ആ ഒരു പ്രഷർ മെയിൻറ്റെനൻസ് അത് കറക്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിന് നല്ല സ്റ്റെബിലിറ്റി, അതുപോലെ ഹാൻഡിലിങ് അതെല്ലാം വളരെയധികം കൂടുതലാണ് ഈ വാഹനത്തിന്. ഇതിൻ്റെ ടെയിൽ ലാമ്പും ഈ പറഞ്ഞ പോലെ തന്നെ അകത്തൊരു സ്പെറിക്കൽ ഷേപ്പാണ് രണ്ടും. അതുപോലെ ഒരു കവർ, ഒരു ബ്ലാക്ക് ക്ലാഡിങ് വരുന്നുണ്ട്, റെഡുമായിട്ട് വളരെ മാച്ചിങ് ആണ്. അതുപോലെ ഇവിടെ ആ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ വളരെ വലുതായിട്ട് കൺട്രിമാൻ എന്ന് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബാഡ്ജിങ്, ഒരു ക്രോം ഫിനിഷ് ബാഡ്ജിങ്. ഇവിടെ ഒരു കൂപ്പർ എസ് എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. ഇവിടെ മിനിയുടെ വലിയൊരു ബാഡ്ജിങ് ഉണ്ട്. ഇത് നമ്മൾ ഡിക്കി ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 17 ക്യൂബിക് ഫീറ്റ് കപ്പാസിറ്റി ഉണ്ട്. സീറ്റ് നമ്മൾ മറിച്ചിടുകയാണെങ്കിൽ 40 ഫീറ്റ് വരെ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ ഒരു വാഹനത്തിൻ്റെ സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള വാഹനമാണിത്. ചെറിയൊരു വൈപ്പറുണ്ട്, ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ആ ഫുൾ ക്രോം ലൈൻ ഇതുവഴിയും ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്, വളരെ സൂപ്പറായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ. അതുപോലെ ഇതിൻ്റെ ആ സ്പോയിലർ ആണെങ്കിൽ വൈറ്റ് കളറാണ്, റൂഫിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അവർ സ്പോയിലർ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എക്സോസ്റ്റ് പൈപ്പ്സ് ഉണ്ട്, 2 എക്സോസ്റ്റ് ഉണ്ട് ഇതിന്, JSW സ്റ്റൈലാണത്. അതുപോലെ സെൻസേഴ്സ് നമുക്കിവിടെ കാണാം. Both my knees for you. Don't say thank you or please. I do what I want when I'm wanting to. So cynical. I'm the bad guy. Duh. I'm the bad guy. So you're a tough guy, like you're really rough guy. Just can't get enough guy, just always so buff guy. I'm that bad type, make your mama sad type, make your girlfriend mad type, might seduce your dad type. I'm the bad guy. നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഡാഷിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെറിക്കൽ ഷേപ്പാണ്. എയർ വെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ ക്രോം ഫിനിഷ്ഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പെറിക്കൽ ഷേപ്പിലാണ്. അതിൻ്റെ നോബിൽ തന്നെ അവർ ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വളരെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലുക്കാണ് ഇവർ ഇതിന് നൽകിയിരിക്കുന്നത്. സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ഡിസ്പ്ലേ, ഇതെല്ലാം കൂടെ നല്ലൊരു റൗണ്ട് ഷേപ്പാണ്. അതുപോലെ സ്റ്റിയറിങ്ങിലേക്ക് വരികയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളി ലെതർ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ് ഇതിന്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൽ അവർ ആ ഒരു മിനിയുടെ എംബ്ലം ഇവിടെ അവർ എംബോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജോൺ കൂപ്പർ വർക്ക്സിൻ്റെ ഒരു ചെറിയ എംബ്ലം ഇവിടെ നമുക്ക് കാണാം. അതുപോലെ നമുക്ക് സ്റ്റീരിയോ എല്ലാം ഇവിടുന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫോൺ കോൾസ് എടുക്കാനും ക്ലോസ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ ഒരു പാഡിൽ ഷിഫ്റ്റ് ഉണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ സ്പീഡിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും ഗിയർ അത് ചെയ്യാനും ഒക്കെ ആയിട്ട് 2 സൈഡിലായിട്ട് ഒരു പാഡിൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്പോർട്സ് പ്രേമികൾക്കൊക്കെ വളരെയധികം ഉപയോഗപ്രദമായ ഒരു സംഭവമാണിത്. പിന്നെ ഇതിൻ്റെ സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ ഹെർമൻ കാർട്ടിൻ്റെ സ്റ്റീരിയോ ആണ്. വളരെ ഫിൽറ്റേർഡ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിസ്റ്റമാണിത്. 6 സ്പീക്കർ സിസ്റ്റമാണ്. ഹെർമൻ കാർട്ടൻ ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തി ആർജിച്ച ഒരു ഓഡിയോ സിസ്റ്റം മാനുഫാക്ചറാണ്. നല്ല അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മിനി അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ സുഖകരമായിട്ടുള്ള ഒരു ഫിൽറ്റേർഡ് സൗണ്ടാണ് നമ്മളിത് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വോളിയം ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ളൊരു നോബുണ്ട്. അതുപോലെ ഇവിടെ 3-4 സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പോർട്ട് മോഡിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ നമുക്ക് മാറ്റാം. അതുപോലെ ലോക്ക് ചെയ്യാം. ഏത് മോഡിലാണ് നമ്മൾ മാറ്റുന്നത്? ഇപ്പോൾ സ്പോർട്ട് മോഡിൽ ഇപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ നല്ല ക്വിക്കായിട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഈ മോഡിലായിരിക്കും ഇടുന്നത്, സ്പോർട്ട് മോഡിൽ. ഇത് നമുക്ക് ലോക്ക് ചെയ്യാം. ട്രാക്ഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട് ഇവിടെ. പിന്നെ AC-യുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഗിയർ നോബിലേക്ക് വരാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗിയർ നോബാണ്. ഇവിടെ ഒരു ക്രോം ഫിനിഷും ഇവിടെ ഒരു S എൻഗ്രേവ്മെൻറ്റും ഉണ്ട്. അതുപോലെ 6 സ്പീഡ് ട്രാൻസ്മിഷൻ എഞ്ചിനാണിത്. ഹാൻഡ് ബ്രേക്ക് ഇവിടെയാണ്. ഇവിടെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് വലിക്കുക. ഇപ്പം ഹാൻഡ് ബ്രേക്കിലാണ് വാഹനം. അത് നമ്മൾ അവിടെ പ്രസ് ചെയ്യുന്നത് തന്നെ താഴേക്ക് വെക്കുമ്പോൾ അതൊരു ഹാൻഡ് ബ്രേക്ക് റിലീസ്ഡ് ആവും. പിന്നെ ആ ഇൻഫോർമേഷൻ ഡിസ്പ്ലേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കുറേ നോബ്സ് ഒക്കെ ഇവിടെയുണ്ട്. പാട്ട് ചേഞ്ച് ചെയ്യാം, അതുപോലെ ഫംഗ്ഷൻസ് ചേഞ്ച് ചെയ്യാം, GPS, ഒരു നാവിഗേഷൻ സിസ്റ്റം ഉണ്ട് ഇതിന്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഹാൻഡ് റെസ്റ്റ് നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
ഓരോരുത്തരുടെയും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതി അനുസരിച്ച് നമുക്ക് വേണ്ട ഒരു ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന ഹാൻഡ് റെസ്റ്റാണ് ഇതിൻ്റെ. ഡ്രൈവറിനും പാസഞ്ചറിനും ഇവിടെ ഇലിമിനേറ്റഡ് ആയിട്ടുള്ള ഒരു മിററുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 മിറേഴ്സാണ്. ലൈറ്റ്സും ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ കുറേ സ്വിച്ചസൊക്കെ ഉണ്ട്. നമുക്ക് ഇത് സൺറൂഫൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇവിടെ ഇത് കണ്ടില്ലേ, സൺറൂഫ് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വിൻ്ററൊക്കെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല കാറ്റൊക്കെ കൊള്ളണമെങ്കിൽ, അതുപോലെ എയർ ഒന്ന് ഫ്രഷൊക്കെ ആക്കണമെങ്കിൽ നമുക്ക് ഈ സൺറൂഫ് ഓപ്പൺ ചെയ്തുകൊണ്ട് പോകാം. ബാക്കിൽ പനോറമിക് വ്യൂ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണിത്. നമുക്കിനി ഈ ഡോറിൻ്റെ ഉൾഭാഗം ഒന്ന് നോക്കാം. ഇവിടെ ഡോർ ഹാൻഡിലിന് അവിടെ ഒരു സെമി സ്പെറിക്കൽ ക്രോമിയം ഫിനിഷിലാണ് അവർ ഡോർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ സ്വിച്ചസ് ഉണ്ട്. നമുക്ക് പവർ വിൻഡോസ് ഓപ്പറേറ്റ് ചെയ്യാനും അതുപോലെ സൈഡ് വ്യൂ മിറർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊരു ട്യൂട്ടർ കാണാം, ഹെർമൻ കാർട്ടുണ്ട്. സ്പീക്കർ കൊണ്ടുവരണം. പിന്നെ ഇവിടെ നമുക്ക് ജോൺ കൂപ്പർ വർക്സിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. ഇതിൻ്റെ സീറ്റ് ബക്കറ്റ് സീറ്റ്സ് ആണ്, ലെതർ സീറ്റ്സ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ 6 വേ അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ സെൽഫ് ഹീറ്റിംഗ് സീറ്റാണ്. ഡ്രൈവറിൻ്റെ കംഫോർട്ട് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ക്ലൈമറ്റ് മാറ്റാൻ പറ്റും. അതുപോലെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ഉണ്ട് പാസഞ്ചറിനും ഡ്രൈവറിനും. അതുപോലെ ബാക്കിൽ 3 പാസഞ്ചേഴ്സിനും ഹെഡ് റെസ്റ്റ് ഉണ്ട്. ബാക്ക് സീറ്റ്സും ലെതറാണ്. അതുപോലെ ബാക്ക് ഡോറിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു സെമി സ്പെറിക്കൽ ക്രോമിയം ഫിനിഷാണ് ഡോർ ഹാൻഡിൽ. അതുപോലെ പവർ വിൻഡോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. ഇവിടെ ഒരു ഹാൻഡിൽ, ഒരു സ്റ്റോറേജ് സ്പേസ്, ഹെർമൻ കാർട്ടിൻ്റെ ഒരു സ്പീക്കർ. പിന്നെ ബാക്ക് സീറ്റും വളരെ കംഫർട്ടബിളാണ്. നല്ല ലെഗ് ബൂട്ടൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ്. അതുകൊണ്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ ഫ്രണ്ടിലൊരു സ്റ്റോറേജ് ഏരിയയാണ്. നമുക്ക് ബുക്കും കാര്യങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു സിഗരറ്റ് ലൈറ്റിംഗ് സംഭവമുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ സീറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനുള്ളത്. പിന്നെ സേഫ്റ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വാഹനം തന്നെയാണ് മിനി കൂപ്പർ. ഇതിന് എയർ ബാഗ്സ് ഇപ്പം പാസഞ്ചറിന് 2 എയർ ബാഗ്സ് ഉണ്ട്. അതുപോലെ ഡ്രൈവറിന് 2 എയർ ബാഗ്സ് ഉണ്ട്. ഇവിടെ ഒരെണ്ണം, അവിടെയാണെങ്കിൽ സൈഡ് മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും ഒരു എയർ ബാഗ് ഉണ്ട്. ബാക്കിൽ 2 എയർ ബാഗ്സ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 6 എയർ ബാഗ്സ് ഉണ്ട്. പിന്നെ ഇതിന് പോസ്റ്റ് കൊളീഷൻ സേഫ്റ്റി സിസ്റ്റം ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് പിന്നെ ഒരു മെയിൻ കൊളീഷനിലേക്ക് പോകുമ്പോൾ ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ പകച്ചു പോകാം അല്ലെങ്കിൽ പേടിച്ചു പോകാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ വെഹിക്കിൾ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ അതാണ് പോസ്റ്റ് കൊളീഷൻ സേഫ്റ്റി സിസ്റ്റം. അപ്പോൾ അത് ഈ വാഹനത്തിനുണ്ട്. പിന്നെ ഇതിന് വളരെയധികം റൈഡിങ് കംഫോർട്ട് തരുന്നൊരു വാഹനമാണിത്. വളരെ സ്മൂത്തായിട്ടാണ് ഇത് പോകുന്നത്. നല്ല ട്രാക്ഷൻ ഉണ്ട്. അതുപോലെ റോഡിൽ നല്ലൊരു ഗ്രിപ്പിലാണ് ഇത് പോകുന്നത്. ആ എയറോഡൈനമിസിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ വന്നിട്ട് നമ്മളൊരു വളമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ആ റോഡിൽ അത് പിടിച്ചാണ് അത് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് വളരെയധികം ഉണ്ട് ഇത് ഓടിക്കുമ്പോൾ. ശരിക്കും നല്ല സ്പീഡിൽ പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി തോന്നുന്നൊരു വാഹനമാണിത്. പിന്നെ ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ വാഹനമാണെന്ന് തോന്നുമെങ്കിലും അകത്തിപ്പോൾ ഒരു 5 പേർക്ക് ഈസി ആയിട്ട്, അതുപോലെ നല്ല ഹൈറ്റ് ഉള്ള ഒരു 6 ഫീറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പോലും അതിനകത്ത് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കും. അതിനുള്ള ലെഗ് സ്പേസും എല്ലാം ഇതിനുണ്ട്. പിന്നെ ലോങ് റൈഡ്സിനൊക്കെ ഈ വാഹനം വളരെ അനുയോജ്യപ്രദമാണ്. കാരണം ഇതിൻ്റെ ആ ഒരു ക്വിക്ക് പിക്കപ്പ്, എഞ്ചിൻ്റെ ആ ഒരു പവർ, ആ ഒരു ഫൈൻ ട്യൂണിങ്, പിന്നെ അതിൻ്റെ ഒരു എയറോഡൈനാമിസിറ്റി, ഇതെല്ലാം കൂടെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ്. നമുക്ക് ആ ഒരു യാത്രാസുഖം അതുപോലെ തന്നെ ഒരു ഡ്രൈവർക്ക് വളരെയധികം എൻജോയ് ചെയ്ത് അതോടൊപ്പം തന്നെ പാസഞ്ചേഴ്സിനും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണിത്. അങ്ങനെ BMW മിനി കൂപ്പർ 2016 JCW കുറിച്ച് എനിക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും ഞാനിവിടെ പങ്കുവെച്ചു നിങ്ങളോട്. ഇനിയും പുതിയ ഒരു ഫുഡ് ഫിറ്റ്നസ് അല്ലെങ്കിൽ കാർ ഇതിലേതൊരു ഐറ്റം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ടിൽ ദെൻ ബൈ ബൈ. So you